ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ലിൻഡർ വാർപ്പിന് മുമ്പ് നമുക്ക് എങ്ങനെ പൈപ്പ് ഇടാം എന്നുള്ളതാണ്. അതായത് ഇലക്ട്രിക്കൽ പൈപ്പ് ഏത് രീതിയിൽ എത്ര സിമ്പിളായിട്ട് നമുക്ക് ഇടാം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഏരിയയിലോട്ടാണ് ഇടുന്നത് അതിൻ്റെ അളവുകൾ തുല്യമായി പിടിക്കുക. സെൻറ്റർ തിരിച്ചിട്ട് അതിൻ്റെ സൈഡുകളിൽ ലൈറ്റ് പോയിൻറ്റുകൾ ഇറങ്ങുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ലൈറ്റിനുള്ള ഹോളുകൾ ഇടുക. ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. സൈഡ് നമുക്ക് ഇറങ്ങേണ്ട പൈപ്പിനെ മാത്രം അളവിന് പൈപ്പിന് ഇടിക്കുക, അതിൽ കൂടുതൽ ഇടിക്കരുത്. ആവശ്യമുള്ളത് മാത്രം ഇടിച്ചെടുക്കുക, എന്നിട്ട് മാത്രമേ അതിൻ്റെ അകത്ത് പൈപ്പ് ഇറക്കാമുള്ളൂ. അപ്പോൾ ഇതാണിപ്പം പൈപ്പിനുള്ളതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് 2 ലെയർ ഉണ്ടെങ്കിൽ മാത്രം അതിന് മുകളിൽ കൂടി മാത്രം ഇടുക. ഇപ്പം നമ്മളൊരു ബെഡ്റൂമിൻ്റെ ഏരിയയാണ് ഇട്ടേക്കുന്നത്. നമ്മളിവിടെ എടുത്തേക്കുന്ന 20 mm ബെൻഡിങ് പൈപ്പും അതേപോലെ 20 mm ജംഗ്ഷനും 4-വേ ജംഗ്ഷനും ആണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ സിംഗിൾ ലെയർ വരുന്നത് ഭാഗം മാത്രം കമ്പിയുടെ മുകൾ സൈഡിൽ കൂടെ, അതേപോലെ ഡബിൾ ലെയർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കൂടെ മാത്രമാണ് നമ്മൾ ഇട്ട് പോകുന്നത്. പിന്നെ അതേപോലെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഫാൻ വേണം. അതുകൊണ്ട് ഫാനിൻ്റെ ഹൂക്ക് വെച്ചു. ഈ കാണുന്നത് ഒരു വാൾ ഫാനിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഒരു ലൈനാണ്. വാൾ ഫാനിന് ഡയറക്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. ഇവിടാണ് സ്വിച്ച് ബോർഡ് വരുന്നത്. ഇത് വരുന്നത് ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയിൽ നമ്മൾ 4 LED പോയിൻറ്റുകളും അതേപോലെ ഒരു ഫാൻ പോയിൻറ്റുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് 4-വേ ജംഗ്ഷൻ ബോക്സും അതേപോലെ ബെൻഡിങ് പൈപ്പുകളാണ്. ബെൻഡർ ഉപയോഗിച്ച് ബെൻഡ് ചെയ്യാൻ പറ്റുന്ന പൈപ്പുകളാണ്. ഇതെല്ലാം സിംഗിൾ ലെയർ ആയതുകൊണ്ടാണ് നമ്മളതിൻ്റെ മുകൾ സൈഡിൽ കൂടെ കെട്ടിപ്പോയേക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുത്തേക്കുന്നത് 4-വേ ജംഗ്ഷൻസ് ആണ്. അത് കാരണം 4-വേ എടുക്കാൻ കാരണം നല്ലോണം പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബാക്കി വരുന്ന സൈഡ് നമ്മൾ ഇതേപോലെ തുണ്ട് പൈപ്പിൻ്റെ അകത്ത് ഇൻസുലേഷൻ ടേപ്പ് അടിച്ചിട്ട് പശ വെച്ച് നേരെ ഇതേപോലെ തിക്കി കയറ്റി വെക്കണം. അപ്പം കുറച്ചും കൂടെ ബലം കിട്ടും. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഹോളിൽ കൂടെ ജംഗ്ഷൻ്റെ അകത്ത് കോൺക്രീറ്റ് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നല്ല, കോൺക്രീറ്റ് ഇറങ്ങും. നമ്മൾ സ്റ്റെയർ കയറുന്നിടത്തും ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ട്. അതേപോലെ ബീമുകളിലും അതേപോലെ 3 ലാമ്പ് വെച്ചുണ്ട്. ഇവിടെയും പൈപ്പ് ഇടുമ്പോൾ റിങ്ങിൻ്റെ മണ്ടയിൽ കൂടെ തന്നെ നമ്മൾ പൈപ്പ് ഇട്ട് പോകണം. റിങ്ങിൻ്റെ അടിയിൽ പോകരുത്. റിങ്ങിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ അടിഭാഗത്ത് തെളിഞ്ഞിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് നല്ല തെളിഞ്ഞ് കാണും. കോൺക്രീറ്റ് കഴിഞ്ഞ ഉടനെ തെളിഞ്ഞ് കാണും. നമ്മളങ്ങനെ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇപ്പോൾ ഇടുന്നത് ഹാൾ ഏരിയയാണ്. അതായത് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി വരുന്ന ഹാൾ ഏരിയയാണ്. ഹാൾ ഏരിയയിൽ നമുക്ക് അതേപോലെ സർഫേസ് LEDകൾ ഉണ്ട്. അതിനും നമ്മൾ ജംഗ്ഷനാണ് വെച്ചേക്കുന്നത്. പിന്നെ വരുന്നത് സെൻറ്ററിൽ കൂടെ 3 എണ്ണം നമ്മൾ അളവ് പിടിച്ച് ഇട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സൈഡ് ഷെയ്ഡ് വരുന്നുണ്ട്. നമുക്ക് ഫാൻ എങ്ങനെ ഇടണം എന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ സെൻറ്റർ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ സൈഡ് ഇടാം. ഇതേപോലെ പൈപ്പ് ലാപ്പിൻ്റെ അടിയിൽ കൂടെ കയറി ഇറങ്ങി ഒന്നിൻ്റെ അകത്തൂടെ ഒന്ന് ഇറങ്ങി വേണം പൈപ്പ് ഇട്ട് പോകാൻ. ഈ കാണുന്ന രീതി വേണം ഇങ്ങനെ ഇട്ട് പോകാൻ. കാരണം ഇവിടെ ഒരു ലാപ്പിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാം, ഇതൊരു ലാപ്പിംഗ് ആണ്. കണ്ടോ, ഇതിൻ്റെ ഒന്നിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് കയറി വേണം പോകാൻ. അപ്പം ഷീറ്റിൽ മുട്ടിച്ച് വിടുകയും ചെയ്യരുത്, കമ്പിയുടെ മുകളിൽ കൂടെ തന്നെ ഇരിക്കുകയും വേണം. ആ രീതി വേണം നമുക്ക് പൈപ്പ് ഇട്ട് പോകാൻ. സമയമെടുത്താണ് പൈപ്പിടിയിൽ നടക്കുന്നത്. പെട്ടെന്നൊന്നും പൈപ്പ് ഇട്ട് പോകാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് പൈപ്പ് ഇട്ട് പോകാമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അതിന് മുകളിൽ കൂടെയാണ് കെട്ടിപ്പോയേക്കുന്നത് എന്ന ശ്രദ്ധ വേണം. നമ്മളിപ്പോൾ ഇത് ഹാൾ ഏരിയ ആയതുകൊണ്ട് ഹാൾ ഏരിയ ഇത്രയും കവർ ചെയ്ത് നമുക്ക് ഇടണം. ഇത് സിറ്റ് ഔട്ട് ഏരിയയാണ്. സിറ്റ് ഔട്ട് ഏരിയ ചെറുതായതുകൊണ്ട് നമ്മൾ 4 മൂലയിൽ നിന്ന് 1 അടി വ്യത്യാസത്തിൽ 4 സ്പോട്ടിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ 4 ലീഫിൻ്റെ ചെറിയ ഫാൻ പോയിൻറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതും നമ്മളെല്ലാം എടുത്തേക്കുന്ന 4-വേ ജംഗ്ഷൻസ് ആണ്. അതും നമ്മൾ കെട്ടുകമ്പി കൊണ്ട് ലാപ്പിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കയറി ഒന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ഒരു ടോപ്പ് ലൈറ്റിനുള്ള ലൈനും കൂടെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതാണ് ഈ ബെൻഡ് ഇട്ട് വെച്ചേക്കുന്നത്. മാക്സിമം ബെൻഡ് ഇടരുത്. നമ്മൾ ബെൻഡ് ഉപയോഗിക്കാറില്ല. നമ്മളെല്ലാം ബെൻഡർ കൊണ്ട് ബെൻഡ് അടിച്ചേ ഇടത്തുള്ളൂ. ബെൻഡർ ഉപയോഗിച്ച് ബെൻഡ് അടിച്ച് ആണ് ഇടേണ്ടത്. അല്ലാതെ ബെൻഡ് നമ്മൾ 20 mm ബെൻഡുകൾ ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ വയർ വലിക്കാൻ നേരത്തെ പുള്ളറൊക്കെ തട്ടി വയർ സ്ലീവ് പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് വരുന്ന ഈ TV ഏരിയയാണ്. TV ഏരിയയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഒരെണ്ണം കേബിളിന് വേണ്ടി പിടിച്ചിട്ടുണ്ട്. കേബിളിന് ഡയറക്റ്റ് വന്ന് ഔട്ട് സൈഡിലായിട്ട് നമ്മൾ ഒരു പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ചില കേബിളുകാരന്മാർ അതുവഴി കയറ്റത്തില്ല. നമ്മൾ പക്ഷേ എങ്കിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. കാരണം ഈ ഏരിയയിലാണ് TV വരുന്നത്. ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് DBയിലോട്ടും TV പോയിൻറ്റിൻ്റെ പൈപ്പ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. നേരെ ഇതുവഴി സൈഡിൽ കൂടെ വന്ന് നേരെ ഇവിടാണ് DB വരുന്നത്. ഇവിടെ DBയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ 2 പൈപ്പ് വെച്ചേക്കുന്നത് 2ാമത്തെ ഫ്ലോറിൻ്റെ, അതായത് മുകളിലത്തെ നിലയുടെ DBയിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്.
രണ്ട് പൈപ്പുകൾ വെച്ചേക്കുന്നത്. ഒന്ന് മെയിൻ കെയറാണ്, ബാക്കി മുകളിൽ വരുന്ന LED സ്പോട്ട് ലൈറ്റിൻ്റെ ലൈൻ പിടിച്ച് നേരെ ഹാളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് പൈപ്പ് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയിൽ 4 അതേപോലെ ഒരു ഫാൻ പോയിൻറ്റും പിന്നെ സൈഡിലുള്ള 2 ലൈറ്റ് പോയിൻറ്റുകളുമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ പോയിൻറ്റുകൾ ഇത് ഇറക്കിയിട്ടില്ല. ഈ ഭാഗത്താണ് സ്വിച്ച് ബോർഡ് വരുന്നത്. ഈ ചെറിയൊരു ഏരിയ ഒരു പാസേജാണ്, കാരണം ബെഡ്റൂമിൻ്റെയും കിച്ചൻ്റെയും അടുത്തോട്ട് പോകാനുള്ള പാസേജാണ്. അവിടെ നമ്മളൊരു സർഫേസിന് വെച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറുമ്പോൾ സ്റ്റെയറിൻ്റെ ഏറ്റവും ടോപ്പിലും നമ്മൾ അതേപോലെ ഒരു സ്പോട്ട് ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു ഹൂക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു തൊട്ടിൽ വെക്കാനാണ്. തൊട്ടിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ അതേപോലെ ഫാൻ ഹൂക്ക് തന്നെയാണ്, നല്ല കട്ടിയുള്ള ഫാൻ ഹൂക്ക് തന്നെയാണ് നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ ഈ 2 ഏരിയയും നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂമിൻ്റെ ഏരിയ ആണ്, അതും കംപ്ലീറ്റ് ചെയ്തു. ഒരു 2 പോയിൻറ്റുകളും അതേപോലെ ഒരു വാൾ ഫാനിൻ്റെ പോയിൻറ്റുമാണ് ഈ കാണുന്നത്. അത് മാത്രമാണ് ഒരു ബെഡ്റൂമിൽ ഇട്ടേക്കുന്നത്. ഇത് നേരെ വരുന്നത് ഈ കാണുന്നത് ഹാളാണ്. ഹാള് കഴിഞ്ഞ് ഇത് സിറ്റ് ഔട്ടും അതേപോലെ ഡൈനിങ് ഏരിയ ആണ്. ഇപ്പം ഹാൾ ഏരിയ കുറച്ചും കൂടെ എല്ലാം കംപ്ലീറ്റ് ആയി, പക്ഷേ ചെറിയ ഒരു സൈഡും കൂടെ ഇടാനുണ്ട്, അതാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ ഈ ഇത്രേ ഏരിയ ഉള്ളൂ, ഒരു 1400 സ്ക്വയർ ഫീറ്റാണ് മൊത്തത്തിൽ ഇത് വരുന്നത്. അതുപോലെ നമ്മൾ പിടിച്ചിട്ടേക്കുന്നത് ബീമിലും നമ്മളിട്ടുണ്ട്. ബീമിലും കറക്റ്റ് അളവിൽ നമ്മൾ 3 LED വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ബീമിലൊക്കെ ഇടുന്ന കുറേ സമയം പിടിക്കുന്ന കേസാണ്. ബീമിലിടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, കപ്ലിംഗ് പൈപ്പുകൾ വേണം ബീമിൻ്റെ അകത്ത് വളച്ചിടാൻ. അല്ലാതെ ബെൻഡ് ഉപയോഗിക്കാൻ നിൽക്കരുത്. ബെൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറ് വലിക്കാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബെൻഡ് ഉപയോഗിക്കരുത്. മാക്സിമം ബെൻഡ് ചെയ്ത് പൈപ്പ് ഇടാനേ ശ്രമിക്കാമുള്ളൂ. അതിന് ബെറ്റർ കപ്ലിംഗ് പൈപ്പുകളാണ് ബെൻഡ് അടിക്കാൻ ഉപയോഗിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.